ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി രുചിയിലുള്ള ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകിന് പകരം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. 1/2 കിലോ ചിക്കൻ ഞാനിവിടെ ഉപ്പും കുരുമുളകും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിങ്ങനെ കൈകൊണ്ട് ചെറുതായിട്ട് പിച്ചി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ്. ഞാനിവിടെ ഹോം മെയ്ഡ് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെസിപ്പി വേണമെന്നുള്ളവർക്ക് അത് കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി മയോണൈസ് കൂടി ഇതിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. ഈ ഒരു ഫില്ലിങ് നമുക്ക് വേണമെങ്കിൽ കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. കുബൂസിലൊക്കെ വെച്ചിട്ട് റോൾ ചെയ്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇതാ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലോട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാത്തത് ചിക്കൻ വേവിക്കുന്ന സമയത്തും മയണൈസിലും ഒക്കെ ഉപ്പുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഇതാ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് ബ്രെഡ് ക്രംസ് വേണം. അതിനായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള സൈഡൊക്കെ ഞാനൊരു പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെന്നേ ഉള്ളൂ. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് പീസസിൽ 2 എടുക്കാം. ഇനി 2 പീസും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. വശങ്ങളിലൊക്കെ നല്ലതുപോലെ തന്നെ ഈ മുട്ട കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ വശങ്ങളിലൊക്കെ നല്ലതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് ബ്രെഡാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല. പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് മാറരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അടുത്ത് തന്നെ നിന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ആദ്യത്തെ ബ്രെഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ബ്രെഡ് പീസസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പോക്കറ്റ് പോലെ കിട്ടും നമുക്ക്. ഈ പോക്കറ്റിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ വിടർത്തി വെച്ചിട്ട് എത്രത്തോളം ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഫില്ലിങ് അധികം ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫില്ലിങ് അധികം വേണ്ടാന്നാണെങ്കിൽ ഒത്തിരി വെച്ച് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ബ്രെഡിൽ വെച്ചിട്ട് ബ്രെഡിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്.
വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും ഈ ഒരു ബ്രെഡ് പോക്കറ്റ് ഇഷ്ടത്തോടു കൂടി കഴിക്കും. ഇതിലെ വെജിറ്റബിൾസ് എല്ലാം അവർ കഴിക്കും. നല്ല ടേസ്റ്റാണ് ഈ ഒരു മയണൈസും. അപ്പോൾ മയണൈസ് റെസിപ്പി എന്തായാലും കണ്ടു നോക്കണേ. മയണൈസ് കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കും, ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടാൻ മറക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.